കേരളത്തിലെ കായിക ഗ്രാമങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഹോം ടൗൺ ഹീറോസ് ഇന്നെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് ഫുട്ബോളിൻ്റെ മനസ്സുള്ള ഒരു ജനതയ്ക്ക് മുന്നിലാണ്. കീഴ്ശ്ശേരി ഗ്രാമത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ ഒരു പ്രദേശം വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾ എല്ലാവരും ഫുട്ബോളിനെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ KDS എന്നുള്ള ക്ലബ് PSCയിലേക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു. അതുപോലെ കലാ, കായിക, സാംസ്കാരിക എല്ലാ മേഖലയിലും ഈ ക്ലബ്ബ് നടത്തിയ നേട്ടങ്ങൾ ഭൂതപരമായിരിക്കുന്ന വളർച്ചയുണ്ട്. അതാണ് ഇന്നും ഈ കൂട്ടായ്മ. അഷിക്ക് KDSന്റെ ചിറകിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്താണ്?
അതായത് ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം എൻ്റെ കൂടെ കളിച്ചൊരു പ്ലെയർ ഉണ്ട്, അന്ന ഷാജി എന്ന് പറയും. ഷാജി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനാണ് ഒരു ടീം എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ സീസണിൽ ഞാൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. ഈ സീസണിൽ ഒപ്പം നിൽക്കാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊടുന്ന ഒരാളുണ്ട്, മനോഹരൻ എന്ന് പറയും. മനാൾഡോ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അയാൾ ഈ സീസണിൽ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ ബാബു എന്ന് പറയും. രണ്ട് മാനേജറാണ് ശരിക്കും പറഞ്ഞാൽ. 2 മാനേജർ ഉണ്ട് നമ്മുടെ ടീമിന് ഇപ്പോൾ നിലവിൽ. അവർ രണ്ടാളും ഈ കൊല്ലം നമ്മളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഈ കൊല്ലം ഞാൻ ഇതിൽ നിൽക്കാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടെ ടീമിനൊപ്പം ചേർന്നതിന് ശേഷമുള്ള ഇവിടെ ആളുകളുടെ ഒരു സ്നേഹം എങ്ങനെയുണ്ട്? ഞാൻ ഒരുപാട് കാലം ഇവിടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചിട്ട് നല്ലപോലെ ബോധമുള്ള കാര്യമാണ്. കളിച്ചാൽ നന്നായിട്ട് സ്നേഹിക്കും, കളിച്ചില്ലെങ്കിൽ നന്നായിട്ട് എതിർക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവര്. ഫുട്ബോളിനോടുള്ള ഒരു സ്നേഹമാണത്. അതങ്ങനെ തന്നെയാണല്ലോ. കളിനോട് ബാധിച്ചിട്ടാണ് എല്ലാരും നമ്മളെ സ്നേഹിക്കുന്നത്, അതേപോലെ ടീമിനെ സ്നേഹിക്കുന്നത്. കീഴ്ശ്ശേരിയിലെ ഈ മൈതാനത്ത് പന്ത് കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു താരമുണ്ടായിരുന്നു. കീഴ്ശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട പെലെ, മുബഷീർ എന്ന പെലെ. പക്ഷേ അപ്രതീക്ഷിതമായുണ്ടായ ഒരു അപകടത്തിന് പിന്നാലെ പൂർണ്ണമായും കിടപ്പിലായിരുന്നു. പെലെ ഇന്ന് വീണ്ടും ഈ ഗ്രൗണ്ടിലേക്ക് തിരികെ എത്തുകയാണ്. ചെറുപ്പം മുതൽ ഈ ഗ്രൗണ്ടിൽ നമ്മളെ ഒരേ ഏജാണ്, നമ്മളെക്കാളും കൂടുതൽ ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നൊരു നമ്മൾ ക്ലബിന് വേണ്ടിയിട്ട് ക്ലബിൻ്റെ സ്ഥാനം ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ ടൂർണമെൻ്റ് ആയാലും എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ അവനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിലിങ്ങനെ ആയി. പിന്നെ നമ്മൾ ഈ കളിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് കിട്ടിയ എല്ലാ തുകയും ഉപയോഗിച്ച് ഇവനുള്ള എല്ലാ ചികിത്സ കാര്യങ്ങളും നമ്മൾ വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തിട്ട് അവനെ ഈ നിലയിൽ എത്തിച്ചു. സൂപ്പർ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പെലെ എന്നുള്ള വാക്കല്ല, അവൻ്റെ പേര് മുബഷീർ എന്നാണ്. മുബഷീർ എന്ന് പറഞ്ഞാൽ അവരാർക്കും അറിയില്ല. അങ്ങനെ കളിയോടുകൂടി കിട്ടിയൊരു പേരാണ് പെല. പെല എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ഈ പഞ്ചായത്തിലുള്ള ആരും പെലേനെ കുറിച്ച് അറിയാത്തവരുണ്ട്. കളിയാണ് അതിൻ്റെ മെയിൻ കാരണം. നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അത്യാവശ്യം നല്ല കളിച്ചിരുന്ന ആളായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഏത് ആംഗിളിൽ നിന്നും ഫോർവേഡിലാണ് കളിക്കുക. നല്ല പ്ലെയറാണ്, നല്ല റണ്ണിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഷൂട്ടിംഗ് പവറും. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്താൽ ഗോളായിരിക്കും. അതിപ്പോൾ ലെഫ്റ്റ് ഫോർവേഡ് ആയാലും റൈറ്റ് ഫോർവേഡ് ആയാലും. പക്ഷേ പെലയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലൈനിലാണ് കളിക്കണമെങ്കിലും അദ്ദേഹം പിന്നോട്ട് വന്നിട്ട് ഡിഫൻസിലും കളിക്കലുണ്ട്. അപ്പോൾ KDSന്റെ ഒരു പ്രധാന ഒരു പ്ലെയർ ആയിരുന്നു. ഈ മേലെ അങ്ങാടിയിൽ അദ്ദേഹം റോഡിൽ കൂടെ നടന്നു വരുമ്പോഴാണ് ഒരു ബൈക്ക് ഇടിച്ചിട്ടാണ് ഇങ്ങനെ ആകസ്മികമായിട്ടാണ് ഇവിടെ ഒരു നല്ലൊരു ഒരു സിമന്റ് ഡീലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളൊരു കടയായിട്ട്. അതിലിടയ്ക്കാണ് സങ്കടപ്പെടുത്തുന്ന ഈ വ്യസനകരമായ ഈ സംഭവം ഉണ്ടായത്. ഭയങ്കര നഷ്ടമാണ് അവൻ്റെ ഒരു ക്യാപ്പ്. അതായത് ഫുട്ബോളാണ് ഇവിടെ കളി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആൾ അവനായിരുന്നു. ഗ്രൗണ്ടിൽ ചെറുപ്പം മുതലേ ആ ഒരു കഴിവ് അവൻ്റെ ഇതിലുണ്ട്. അവൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിൽ തന്നെ ഫുട്ബോളാണ്. ആ ഒരു കളി മാസ് പറഞ്ഞ പോലെ തന്നെ ഏത് ആംഗിളിലും പോസ്റ്റിലേക്ക് ഗോൾ എടുക്കാനുള്ളൊരു പ്രത്യേക കഴിവായിരുന്നു അവന്. അതാണ് അവൻ്റെ പെലെ എന്നുള്ളൊരു ഫുട്ബോളിന്റെ രാജാവാണല്ലോ പെലെ. അങ്ങനെയുള്ള പെലെ എന്നുള്ള പേര് നാമധേയം വരാൻ കാരണം തന്നെ അതുകൊണ്ട്. വെല്ലുവരുന്നവർ പറഞ്ഞത് ഇവന് റിക്കവറി ആണെന്നുണ്ടെങ്കിൽ ഇവൻ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങളെ ഫ്രണ്ട്സുകൾ ഇവരുടെ ഫ്രണ്ട്സുകൾ മാത്രമേ ഇവനെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ്റെ കൃത്യമായിട്ട് ഒരു 20-30 ഫ്രണ്ട്സുകൾ, ഈ ബഷീർ അടക്കമുള്ള ഫ്രണ്ട്സുകൾ നിരന്തരമായിട്ട് ഫുട്ബോൾ സബ്ജക്റ്റ് സംസാരിച്ചിട്ടാണ് ഇവർ റിക്കവറായിട്ട് ലൈഫിലേക്ക് വന്നത്. 24 hours കൊണ്ട് തീരാൻ സാധ്യതയുള്ള ഒരു ലൈഫാണ്. അത് റിക്കവർ ചെയ്തിട്ട് ഈ ക്ലബ്ബ് എന്നുള്ള അവൻ്റെ ഫുട്ബോളിനുള്ള ആരാധന കൊണ്ട് മാത്രമാണ് റിക്കവർ ചെയ്തത്. സുഹൃത്തുക്കളെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ വരെ അങ്ങനെ കണ്ടാൽ കുറേ സുഖമാവും. അതാണ് അതുപോലെ ഇവിടെ എപ്പോഴും ഉണ്ടാണോ ഒപ്പം. ആ പറ്റ അന്ന് മുതൽ ഇന്ന് വരെ പോലെ ഇവൻ്റെ ഒപ്പം ഉണ്ട്. ഫുള്ള് സ്വീകരിച്ചു. എല്ലാ ഉത്തരവാദിത്വം അല്ല, നമ്മളല്ല, നമ്മളൊരാളായിട്ട് ഇങ്ങനെ നിൽക്കണുള്ളൂ. ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ KDSഉം ഈക്വൽ ടു പെലെ എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളെ KDSന്. ഇതിൻ്റെ കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ സംഘാടകനായിട്ട് ഏറ്റവും മികച്ച സംഘാടകനായിട്ട് ഞങ്ങൾ ടൂർണമെൻറ്റിലൊക്കെ നിലനിന്നിരുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുമ്പം അവിടെയുള്ള ഇവിടുത്തെ കളിക്കാരെ ഏകോപിപ്പിച്ച് ടൂർണമെൻറ്റ് കളിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ ഞങ്ങൾ ഭയങ്കര മിസ് ചെയ്യേണ്ടത്. ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. മുബഷീറിന് പരിക്ക് പറ്റിയപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിക്ക് പറ്റി അതേ ഫീൽഡിൽ എല്ലാവരും KDSന്റെ എല്ലാ
ചെറിയ കുട്ടികൾ മുതൽ KDSന്റെ ജൂനിയർ KDS മുതൽ ഇതിന്റെ പിന്നെ 33 വർഷം മുന്നേ ഉള്ള ആളുകളും പിന്നെ ഇവിടെ ഞങ്ങളെ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനാ സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവന് വേണ്ടി. നിരന്തര സ്വപ്നങ്ങളിലതാണ് കാണുന്നത്. ഒരു പ്രാവശ്യമല്ല ഞങ്ങൾ ഓനെ ഒരു ചില സ്വപ്നങ്ങളിൽ തന്നെ ഞങ്ങൾ കാണുന്നത്. ഒന്നാളാരോ പറഞ്ഞ് ബഷീർ തിരിച്ചു വരുന്നത് പല തിരിച്ചു വന്നാണ്ട് കളിക്കണ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ടീമിൽ വിട്ട ആളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ കണ്ണുനീര് വരുന്ന ഒരു സംഭവം ഉണ്ടായി. കീഴ്ശേരിക്കാർ ആവേശത്തോടെ എല്ലാ വർഷവും നടത്തുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട്, കീഴ്ശേരി ഫൈവ്സ് വേൾഡ് കപ്പ്. നമ്മളായിട്ടിട്ട പേരല്ല ഈ ഫൈസിൻ്റെ വേൾഡ് കപ്പ്. ഇങ്ങോട്ട് വന്ന കാണികൾ നമുക്ക് ചാർത്തി തന്ന പേരാണ് ഈ ഫൈസിൻ്റെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ ക്ലബിൻ്റെ ഒരു ഫൈസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കണ്ട ഒരാളും ഇത് ഒരു ഫൈസിൻ്റെ വേൾഡ് കപ്പ് തന്നെ എന്നുള്ള അടിവരയിട്ട് പറയാം. കാരണം ഇപ്പോൾ തന്നെ അതിൽ പങ്കെടുക്കുന്ന 32ഓളം ടീമുകൾ അതിന് എൻട്രിക്കും വേണ്ടി ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കീഴ്ശേരി എന്ന്. പന്ത് തട്ടി മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ സാധിക്കും ഉണ്ടെന്ന് പറയേണ്ടി വരും കീഴ്ശേരിയിലെ ഈ മൈതാനത്ത് നിൽക്കുമ്പോൾ. KDS കീഴ്ശേരി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വാക്കുകൾക്കതീതമാണ്. ഇവരോട് സംസാരിക്കുമ്പോഴും അല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? തൽക്കാലത്തേക്ക് ആ കളിയുടെ ആവേശം മാത്രമല്ലല്ലോ, അതിനുശേഷം മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കൂടിയുള്ള ഒരു വലിയ ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. KDSന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. KDSന്റെ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏകദേശം നമുക്ക് ഒരു 10 ലക്ഷത്തോളം ഒരു സീസണിൽ നമുക്ക് ലാഭം കിട്ടാറുണ്ട്. അപ്പോൾ ക്ലബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലബ് ടൂർണമെന്റ് കഴിഞ്ഞ് കണക്ക് അവതരിപ്പിച്ച് ഒരു വിത്തിൻ 2 മന്ത്സിൽ ആ എത്ര 10 ലക്ഷമാണ് ഈ 10 ലക്ഷം നമ്മൾ തിരിച്ചാലും വേണ്ടി അത് ചിലവഴിക്കും. ഒരു ക്യാഷ് പോലും നമ്മളെ ക്ലബ് മെമ്പർമാരോ ആരും മാത്രമല്ല, നമ്മളെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മെമ്പേഴ്സും നമ്മളിവിടെ ഏകദേശം 500 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കളിക്കുക. ആ പൈസയും കൂടി നമ്മൾ ചെയ്യണം ചാരിറ്റി വേണ്ടി ഫുള്ള് ചിലവ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലബിനോട് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു 5 ഒരു എല്ലാവരും മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന കാലത്ത് അത് ഫൗളാണ്, അതിന് മറുപടി റെഡ് കാർഡാണ് എന്ന് പറയുകയാണ് KDS കീഴ്ശേരിക്കാർ. ഈ മൈതാനത്ത് ഇങ്ങനെ വാശിയോടെ നടക്കുന്നത് വെറും ഫുട്ബോൾ മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ സാർ പറഞ്ഞ മാതിരി ഒരുപാട് പ്രയാസങ്ങൾ, കാരണം മദ്യത്തിനും ലഹരിക്കും ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലബ്ബ് എന്നത് പറയുന്നത് വെറും ഫുട്ബോൾ മാത്രമല്ല, ഇതുപോലുള്ള ലഹരി ഉപയോഗിക്കുന്ന മക്കളെ നമ്മുടെ ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന് ഫുട്ബോളാണ് ലഹരി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ കീഴ്ശേരിയുടെ പ്രദേശത്തുള്ള മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ പാലിയേറ്റീവിന് വേണ്ടി വാഹനം കൊടുത്ത്, അതുപോലെ ഇവിടെ ഏത് സമയത്തും ഈ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്ന സമയത്ത് ഈ അടുത്ത പ്രദേശത്തുള്ള ഒരുപാട് രോഗികൾക്ക് ഇതൊരു വലിയൊരു തണലും കൂടിയാണ്. അതിൻ്റെ 25ാം വാർഷിക ദിനത്തിൽ ഇവിടുത്തെ അന്നത്തെ ഭാരവാഹികൾ ആ യൗവനത്തിൻ്റെ ആ ഏറ്റവും തുടിപ്പ് കാലത്ത് തന്നെയാണ് നമുക്ക് 2015 ഈ വാഹനം നമുക്ക് അവർ തരുന്നത്. അതിൻ്റെ മുമ്പ് നമുക്കൊരു വാഹനം ഇല്ലായിരുന്നു സത്യത്തിൽ. 2009 നമ്മൾ ക്ലിനിക്കോടെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പിന്നെ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ അല്ലബീറിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്തത്, നമ്മൾ വീടുകളിൽ രോഗികളുടെ അടുത്തേക്ക് പോകാനും, ഇതൊരു ചലിക്കണ ആശുപത്രി എന്നാണ് നമ്മൾ പറയാം. അതായത് ഈ ഒരു ദിവസം ഒരു 7-8 പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ രോഗികൾ അവർ സന്ദർശിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത്രയും മഹത്തായ ഒരു കാര്യമാണ് KDS എന്ന് പറഞ്ഞ പ്രസ്ഥാനം. അതായത് ഇവിടുത്തെ യുവാക്കളെ കൂട്ടായ്മ, അത് അവർ ഇത് തന്നു തന്നെയാണ് കീഴ്ശേരി പാലിയേറ്റീവിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഒരു കാരണം.
നിങ്ങൾ എന്നോട് വീട്ടിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു എൻ്റെ അമ്മക്ക് ഇങ്ങനെ സുഖമില്ല, ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിന് ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അതുകൂടെ ഞാൻ അതിനെ പറ്റി പഠിക്കട്ടെ, ഞങ്ങൾക്ക് അന്വേഷിച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞു. എൻ്റെ മുൻകഴിഞ്ഞ സെക്രട്ടറി ഹാരിസ് എന്ന ഒരാൾ ഫോണോട് സംസാരിച്ചപ്പോൾ നമുക്കൊന്ന് പോയി നോക്കുന്നാലും ഞങ്ങൾ പിറ്റേന്ന് തന്നെ വണ്ടിയിട്ട് പോയി. അങ്ങനെ നമുക്ക് പ്രശ്നം തീർക്കാലോ, അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടായി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം ആ അമ്മച്ചി വലിയൊരു പ്രായമൊന്നും ആയില്ല, പ്രായത്തിൽ അയാളായിട്ട് കൂടുതലായിട്ടില്ല. പക്ഷേ ആ പെണ്ണിൻ്റെ അസുഖം കൊണ്ട് ഒരു 75-80 വയസ്സായ പ്രായമായിട്ടാണ് നമുക്ക് തോന്നുക. അതിൻ്റെ മീനാണ് നമുക്ക് കാണിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ എന്നിട്ട് അതിനെപ്പറ്റി പഠിച്ച് നമുക്ക് ഇത്ര പൈസ വേണമെന്ന് വെച്ചാൽ പ്രശ്നത്തിന്. അപ്പോൾ ഞങ്ങളോട് സംഖ്യ പറഞ്ഞു. ആ സംഖ്യ ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾ പ്രശ്നമാക്കാൻ ഞങ്ങൾ വരണ്ടിട്ടൊന്നും ഞങ്ങൾ പോന്നു. പിറ്റേന്ന് തന്നെ ഈ സെക്രട്ടറിൻ്റെ കയ്യിൽ നിന്ന് ഓൻ്റെ സ്വന്തം ഭാഗമായിട്ട് അത്യാവശ്യം പൈസക്കാരാണ്, ഓൻ്റെ സ്വന്തം ഭാഗമായിട്ട് ആ ഓപ്പറേഷനുള്ള പൈസയായിട്ട് ഞങ്ങൾ ചെന്നപ്പം സംസാരിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മകനാണ് ഉള്ളത്. മകനൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പം ഇന്ന് നോക്കാൻ ആളില്ല, കുടുംബങ്ങൾ പുറത്തെ സാമ്പത്തികം കുറഞ്ഞവരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുമ്പോൾ വളരെ വിഷമമാണ്. അമ്മച്ചിൻ്റെ പ്രാർത്ഥന ഞങ്ങളെ ക്ലബിന് ആ പൈസ കൊടുത്തപ്പോൾ പൈസ വാങ്ങിയിട്ട് അമ്മച്ചി പറഞ്ഞ വർത്താനുണ്ട്. നിങ്ങളെ അമ്മച്ചി ഞങ്ങൾ പൈസ തരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയണം, ഞങ്ങൾക്ക് കളി നടത്തിയിട്ട് ഞങ്ങളെ ബാക്കി പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്കുള്ള അവസ്ഥ ആ കിടക്കുന്നോട്ട് എണീറ്റിട്ട് ഞങ്ങളെ കാല് പിടിച്ചാൽ വരിക. ഞങ്ങൾ ദൈവങ്ങളെ പോലെ ഞങ്ങൾക്ക് പറ്റിയത്, പൈസ എനിക്ക് വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ വർത്താനം നമ്മളാരും പരാജയപ്പെടുത്തില്ല, ദൈവം പരാജയപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രാർത്ഥന മരിക്കും വരെ എൻ്റെ നിങ്ങൾക്ക് കൂടെ നിങ്ങളെ ആളുകൾക്ക് ഉണ്ടാവും. ഫുട്ബോൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. പക്ഷേ അതിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമുണ്ട് ഈ കീഴ്ശ്ശേരിക്ക്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഫുട്ബോളിലെ കാറ്റ് പോലെ അത് മനുഷ്യൻ്റെ ശ്വാസത്തോളം പോകുന്നതാണ് എന്ന് കീഴ്ശ്ശേരിക്കാർ ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിടവാങ്ങുകയാണ്. KDS കീഴ്ശ്ശേരിക്കൊപ്പമുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടാസ്വദിച്ചത്.